ആലത്തൂരിലും ആറ്റിങ്ങലിലും മാത്രം LDF ലീഡ് ചെയ്യുന്നു. തൃശ്ശൂരിൽ മാത്രം ഇപ്പോൾ ഒരെണ്ണം കുറഞ്ഞു കേട്ടോ. ബി ജെ പി ഒരെണ്ണം കുറഞ്ഞു. അതായത് കേരളത്തിൽ ഒരു ശശി തരൂർ മുന്നിൽ വന്നു 2532 വോട്ടുകൾക്ക്. 7854 വോട്ടിലേക്ക് സുരേഷ് ഗോപി. 7854. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഘട്ടം ഘട്ടമായി മുന്നിലേക്ക് തന്നെയാണ്. 7854 സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി NDA. തരംഗമുണ്ടെങ്കിൽ അത് UDF തരംഗമെന്ന ആവർത്തനം 17 കളങ്ങളിൽ 17 കളം പിടിച്ച UDF നിലവിലത്തെ ലീഡു നില പ്രകാരം. മധു ഇപ്പോൾ പറഞ്ഞ ഞാനൊന്ന് തിരുത്തിക്കോട്ടെ. സരണിയിലാണ് രോഹിണി ആചാര്യ മത്സരിക്കുന്നത്. പട്ന സാഹിബിൽ രവിശങ്കർ പ്രസാദ് നിലവിൽ പിന്നിലാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി 31,045 വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്. വയനാട്ടിലും രാഗ തരംഗം. റായ്ബറേലിയിൽ 13,454 വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നത്. വയനാട്ടിൽ നോക്കൂ, അത് 31,000 കടന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഫ്ലൈയിങ് ഇൻ വയനാട്. 31,045 വോട്ടുകൾക്ക് രാഗ വയനാട്ടിൽ മുന്നിൽ. വമ്പിച്ച വിജയത്തിലേക്ക് കേരളത്തിൽ UDF പോവുകയാണ്. പക്ഷെ ഈ മൊമെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യ മുന്നണിയും NDAയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നു ദേശീയ തലത്തിൽ എന്നുള്ളതാണ്. വിജയരാഘവൻ ഇതാ 3ാം സ്ഥാനത്തേക്ക് പാലക്കാട്, 2ാം സ്ഥാനത്ത് BJP വരുന്നു. MK രാഘവൻ കോഴിക്കോട് ലീഡ് 7778 ഉയർത്തുന്നു. ദീൻ കുര്യാക്കോസിന്റെ ലീഡ് 20,562. വാരണാസിയിൽ നരേന്ദ്രമോദി 4,998 വോട്ടുകൾക്കാണ് പുറകിൽ. ഫൈസാബാദിൽ BJP പിന്നിലാണ്. അമേഠിയിൽ സ്മൃതി ഇറാനി പിന്നിലാണ്. UPയിൽ BJPയുടെ വൻമരങ്ങൾ വീഴുകയാണോ? പറയാറായിട്ടില്ല. 41 UPയിൽ ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് ചെറിയ വാർത്തയല്ല. 41 ലീഡിംഗ് ആണ് ഇന്ത്യ സഖ്യം UP. ഇവിടെ മത്സരമുള്ളൂ എന്നതായിരുന്നു BJPയുടെ ആത്മവിശ്വാസം. ബാക്കിയെല്ലാം ഞങ്ങൾ അട്ടപ്പട്ടെല്ലാം ഇങ്ങെടുക്കും എന്നതായിരുന്നു ആത്മവിശ്വാസം. അവിടെയാണ് 41 ഇടങ്ങളിൽ വലിയ മത്സരം നടക്കുന്നത്. നരേന്ദ്രമോദി പിന്നിട്ട് നിൽക്കുന്നത്, സ്മൃതി ഇറാനി പിന്നിട്ട് നിൽക്കുന്നത്. ദേശീയ തലത്തിൽ 260 NDA, 234 ഇന്ത്യ. അതേസമയം അതേഴ്സ് 20 ഉണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഓഹരി വിപണിയിൽ ഇപ്പോൾ മൂല്യം അതേഴ്സിന്റെ 20ന്റെ മൂല്യം ഓഹരി വിപണിയിൽ ഇങ്ങനെ കുത്തനെ കയറുകയാണ്. ഈ സാഹചര്യം തുടർന്നാൽ 514 സീറ്റിലെ ഫലസൂചനയെ വന്നിട്ടുള്ളൂ. നോക്കൂ, കേരളത്തിൽ പ്രവചിച്ചതുപോലെ തന്നെ ഒരു UDF തരംഗം ഉണ്ടാകുന്നു. 16 ലീഡ് ചെയ്യുകയാണ്. ആലത്തൂരിൽ K രാധാകൃഷ്ണന്റെ ലീഡ് 2089 ആവുന്നു. ആലത്തൂർ മാത്രമാണ് LDFന് സ്റ്റേബിൾ ആക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ലീഡ് 3213 ആണ്. പത്തനംതിട്ടയിൽ തോമസ് ഐസക് തിരിച്ചു വന്നു. 14 വോട്ടിന്റെ ലീഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ പത്തനംതിട്ടയിൽ തോമസ് ഐസക് തിരിച്ചു വന്നു. തോമസ് ഐസക് ആദ്യ ഘട്ടം മുതൽ തന്നെ ലീഡ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇപ്പോൾ 14 വോട്ടിന്റെ ലീഡാണ്. ഷാഫി പറമ്പിൽ വടകരയിൽ 6000 കടന്നിരിക്കുന്നു. 6364. ഷാഫി പറമ്പിൽ മികച്ച ലീഡാണ്. കുറ്റ്യാടിയിലും നാദാപുരത്തും ഷാഫിക്ക് ലീഡുണ്ട്. MK രാഘവൻ 2019 1ാം റൗണ്ടിൽ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും കോഴിക്കോട്ട് 2019 അപേക്ഷിച്ച് MK രാഘവൻ എല്ലാ മണ്ഡലങ്ങളിലും ലീഡ് ഉയർത്തി. MK രാഘവൻ 2019 നേടിയതിനേക്കാൾ വോട്ട് 1ാം റൗണ്ടിൽ നേടിയിരിക്കുന്നു. പത്തനംതിട്ടയിൽ മാറി മറിയുകയാണ് ലീഡ് നില. 742 വോട്ടിന്റെ ലീഡ് പത്തനംതിട്ടയിൽ. ആന്റണി പ്രധാനപ്പെട്ട പോയിന്റാണ് പറഞ്ഞത്. കുറ്റ്യാടിയിലും നാദാപുരത്തും 2ഇടത്തും LDF MLA-മാരാണ്. അവിടെ 2ഇടത്തും ഷാഫി ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വടകര ടൗണിലേക്ക് വരുമ്പോൾ ഓൾറെഡി KK രമയുടെ മണ്ഡലമാണ്, UDF മണ്ഡലമാണ്. ഷാഫി ഇതാ പറക്കുകയാണ്. 6364. ഷാഫി ഏറ്റവും കൂടുതൽ ലീഡ് പ്രതീക്ഷിക്കുന്നത് കുറ്റ്യാടി മണ്ഡലത്തിലാണ്. കുറ്റ്യാടിയിലെ കൗണ്ട് വരുമ്പോൾ ഷാഫി സേഫ് സോണിലേക്ക് പോവുകയാണോ? ആറ്റിങ്ങലിൽ ഇപ്പോൾ 745 വോട്ടുകൾക്ക് മാത്രമാണ് വി ജോയ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 17-2-1.